അപ്പം ഞാനിങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന വഴിക്കാണ് ഒരു വനത്തിൻ്റെ ഭാഗം കണ്ടു. അപ്പം ആ എൻ്റെ പുറകിൽ കാണുന്ന അതാണ് വനത്തിൻ്റെ ഒരു ഭാഗമാണ്, നല്ലൊരു മലയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനൊരു ആഗ്രഹമുണ്ട്, കയറണമെന്ന്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഇനിയും എന്ത് തരത്തിലുള്ള ജീവികളാണെന്നൊന്നും എനിക്കറിയാൻ പറ്റത്തില്ല. തൊട്ടടുത്ത് തന്നെയാണ് ഇഷ്ടംപോലെ കാരമുള്ളുള്ള മരങ്ങൾ ഇവിടെ കാണാൻ പറ്റും. നമ്മളെ ഈ ഭയങ്കര കട്ടിയുള്ള മുള്ളുള്ള മരമാണ് കേട്ടോ. അപ്പോൾ ഈ മരത്തിനകത്തോട്ട് കയറണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ മുഴുവൻ കാരമുള്ളുള്ള മരങ്ങളാണ് ഇതിനകത്ത് മുഴുവൻ കാണുന്നത്. പിന്നെ എന്നാ ജീവി ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. നല്ല പാമ്പും പിന്നെ അതുപോലെ കീരിയും മറ്റേ അതിൻ്റെ ഈ ഇതൊക്കെ കാണും, കുറുക്കനും ഒക്കെ കാണുന്ന ഒരു വനമാണ്. വനത്തിൻ്റെ എനിക്ക് തോന്നുന്നത് ഏറ്റവും അവസാനത്തെ ഔട്ടറിലുള്ള വനമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അകത്ത് അടുത്ത മലയുണ്ട്, ഔട്ടറിലുള്ള ഒരു മലയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആഗ്രഹമുണ്ട് കയറണമെന്ന്, കാരണം തൊട്ടടുത്താണ് നിൽക്കുന്നത്. പക്ഷെ ഒരു ഭയമുണ്ട്, കാരണം മുഴുവൻ കാരമുള്ളാണ് അതിനകത്തുള്ളത്. നല്ലൊരു മലയാണ് മേളിൽ. വെള്ളച്ചാട്ടമൊക്കെ വന്നതുപോലൊക്കെ കാണാം. ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് ആ വെള്ളച്ചാട്ടത്തിൻ്റെ പാടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത്യാവശ്യം മഴ പെയ്യുമ്പോൾ നല്ല വെള്ളച്ചാട്ടമുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. സൂപ്പറായിട്ടുണ്ട്. നല്ല വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്ന, ഷൂട്ടിംഗ് ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു മലയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇത്രയും അടുത്ത് ഇതുപോലെ മല ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം വളരെ നല്ല അടുത്ത് നമുക്ക് കയറി വേണേൽ പോകാം. വഴിയൊക്കെ ഉണ്ട്. പക്ഷേ അപ്പം വെള്ള അരളി പിങ്ക് അരളി രണ്ടും കൂടെ ഒരുമിച്ച് നിർത്തിയിട്ടുള്ള ഒരു തോട്ടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കണ്ടല്ലോ, രണ്ടും ഒരുമിച്ച് നിൽക്കുന്നത്. അപ്പം ഇതുമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു 2 അരളിപ്പൂവാണ്, വെള്ള അരളി പിങ്ക് അരളി. അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ധാരാളം ഉണ്ട് കേട്ടോ. ഈ റോയിൽ മൊത്തം വെള്ളയരളിയും പിങ്ക് അരളിയും കൂടെയാണ് വെച്ചേക്കുന്നത്. ഇത് ആ സൈഡിലും എല്ലാം ഉണ്ട്. ഈ സൈഡിലും ധാരാളം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് വനത്തിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. വനത്തിൻ്റെ തൊട്ടടുത്താണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ആക്രമിക്കാൻ വരുന്ന ജീവി എന്ന് പറഞ്ഞാൽ പന്നിയാണ് കേട്ടോ. പന്നിയാണ് ഇവിടുത്തെ കൃഷി മുഴുവൻ നശിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവർ മാക്സിമം ഇതുപോലെ ചെടികളുടെ തോട്ടമാണ് ഇവർ ഉപയോഗിക്കുന്നത്. മറ്റ് കൃഷികളൊക്കെ നശിപ്പിക്കുമെന്നാണ് പറയുന്നത്. വാഴ കൃഷി അതുപോലെ കോണിൻ്റെ കൃഷിയൊക്കെ നശിപ്പിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇവർ മാക്സിമം ഇതുപോലത്തെ ചെടികളാണ് നട്ടുപിടിപ്പിക്കുന്നത്. വളരെ രസമാണ് കേട്ടോ. ഈ കാലാവസ്ഥ കൊണ്ടാണെന്ന് തോന്നുന്നു ഇതിനൊക്കെ നല്ല കളറാണ്, പിങ്കും വെള്ളയും കളറിൽ നല്ല കളർഫുള്ളായിട്ടിരിക്കുന്നത്. വനത്തിൻ്റെ തൊട്ടടുത്താണ് ഈ അരളിപ്പൂവിൻ്റെ ഈ കൃഷി കാണുന്നത്. തൊട്ട് പുറകെ കാണുന്ന ആ വനമാണ്. ഭയങ്കര ഒരു വലിയ വനമാണ് ആ കാണുന്നത്. മല കണ്ടല്ലോ, ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നത് അതിനകത്ത് നല്ലപോലെ ജീവികളുള്ള ഒരു വനമാണെന്ന് തോന്നുന്നു. അതുപോലെ വളരെയധികം മുള്ളുള്ള ചെടികളാണ് കാണുന്നത് മൊത്തം.